ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതൊരു രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഇങ്ങനെ ഒരു മതചിഹ്നം പ്രദർശിപ്പിക്കാമോ? അങ്ങനെ ഗവർണർ അങ്ങനെ അതിന്മേൽ പൂവിട്ട് പൂജിക്കുന്നു എന്ന് മാത്രമല്ല, മന്ത്രിമാരും അത് ചെയ്യണമെന്ന ഒരു ആലോചന നടത്താമോ? അത് ഭരണഘടനാ ലംഘനമല്ലേ? രാഷ്ട്രപതി യഥാർത്ഥത്തിൽ ഇത് ഇടപെടേണ്ട വിഷയമല്ലേ? കഥലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. ഇങ്ങനൊരു ചിത്രം, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഭാരതമാതാവിൻ്റെ ചിത്രം ആണോ അത് എന്നൊരു സന്ദേഹമുണ്ടാകാം. ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതമാതാവ് മാത്രമേ യഥാർത്ഥത്തിൽ ദേശീയതയെ ദ്യോതിപ്പിക്കുന്ന ഭാരതമാതാവുള്ളൂ? അതോ ഏത് രൂപത്തിൽ ഭാരതമാതാവിൻ്റെ ചിത്രം അവതരിപ്പിച്ചാലും അത് ഭഗവധ്വജം ഏന്തിയാൽ പോലും അത് അംഗീകരിക്കണം എന്ന ഒരു വാശി ഒരു വശത്ത്, മറുവശത്ത് ഭഗവധ്വജമേന്തിയ ഭാരതമാതാവിനെ അംഗീകരിക്കില്ല, എന്നാൽ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ തീർച്ചയായും അംഗീകരിക്കാം. ഈ നിലപാടിൽ ഭരണപക്ഷവും നിൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസും ഇടത് കക്ഷികളും നിൽക്കുന്നു. ഇവിടെ ഒരു കാര്യത്തിലെങ്കിലും ഒരു ധാരണയുണ്ട് എന്നാണ് സ്മൃതി ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്നതിൽ, ദേശീയതയെ പ്രജ്വലമായി കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു അമൂർത്തമായ ആശയത്തിന് ഭാരതമാതാവ് എന്നത് ഒരു അബ്സ്ട്രാക്ഷനാണ്, ഒരു ആശയമാണ്, ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ആരും വിരുദ്ധമായ അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോൺസെപ്റ്റ് എങ്ങനെയാണ് മൂർത്തിമത് ഭാവം കൈവരിക്കുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മുടെ ഭരണഘടനയിൽ ഭാരതമാതാവ് എന്നൊന്നില്ലല്ലോ. രാജ്യം എല്ലാ കാര്യത്തിലും സ്മൃതി, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ആവിഷ്കരിക്കാവൂ എന്നില്ല. പക്ഷേ ഔപചാരികമായ ഒരു ചടങ്ങിൽ നികുതിദായകൻ്റെ പണം കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സമിതികളിൽ, രാജ്ഭവൻ പോലെയുള്ള കേന്ദ്രത്തിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് രൂപമാകുന്നതിൽ കുഴപ്പമില്ല എന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ആരും തന്നെ വിമർശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊരു ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ്. ഇതിനകത്തൊരു ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ കാലഘട്ടം മുതൽ തന്നെ, പ്രകൃതി ആരാധന ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ അമ്മ ആരാധനയും ഉണ്ടായിരുന്നു. ആ ഒരു ഭൂമിയെ അമ്മയായി കണ്ടുകൊണ്ട് ഭൂമിയെ ആരാധിക്കുന്ന, സർവം സ്വഹയായ ഭൂമി എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് ഇൻഡസ് വാലി, പോസ്റ്റ് ഇൻഡസ് വാലി പീരീഡിലും അതേ കാര്യം തുടർന്നു. അത് കേരളത്തിലെ ചേരന്മാരുടെ കാലത്ത് കൊറ്റവ എന്ന ദേവീ സങ്കല്പം, അത് തീർച്ചയായും ഒരു സ്ത്രീ സങ്കല്പം കൂടിയായിരുന്നു. ഭാരതാംബയുടെ കയ്യിൽ എന്താണ് എന്നുള്ളതാണ്, ആ കൊടിയെക്കുറിച്ചാണ് പ്രശ്നം. ആ കൊടിയെക്കുറിച്ചാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ ഇവിടെ ഉയരുന്ന അടിസ്ഥാനപരമായ ചോദ്യം, രാജ്ഭവൻ എന്ന വേദി എന്ന പശ്ചാത്തലം, ഇങ്ങനെയൊരു ബിംബം അല്ലെങ്കിൽ ഒരു ചിത്രം അതിൻ്റെ പശ്ചാത്തലത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട്, നിലവിളക്ക് കൊടുത്തിക്കൊണ്ട് അവിടുത്തെ മീറ്റിങ്ങുകൾ, അതിന് ഔപചാരിക സ്വഭാവമുള്ള മീറ്റിംഗാണ്. ഔപചാരിക സ്വഭാവമുള്ള മീറ്റിങ്ങിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണം, പശ്ചാത്തല ചിത്രം ഉണ്ടാവണം എന്ന് നിഷ്കർഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഭാരതമാതാവിൻ്റെ ചിത്രം അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഭഗവധ്വജം എന്തി നിൽക്കുന്ന ഭാരതമാതാവ് കുറച്ചുകൂടെ, അത് ആരുടെ സൃഷ്ടിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഭാരതമാതാവ് 1900 ആ ചിത്രം, ആദ്യ ചിത്രം എന്ന് പറയുന്നത് 1905 വന്ന ചിത്രമാണ്. അതിനുശേഷം എത്രയോ ചിത്രങ്ങൾ മാറ്റി വരച്ചതാണ്. നമ്മളിതിൻ്റെ കഥയൊക്കെ 1873 ആദ്യ സങ്കല്പം ഭാരതമാതാവ് എന്നത് ഒരു നോവലിൽ വരികയാണ്. അത് ഭഗവധ്വജം ആരുടെ അടയാളമാണ്, ആരുപയോഗിക്കുന്ന അടയാളമാണ്? ഹൈന്ദവ ചിഹ്നമാണ്. അതുകൊണ്ടാണ് ഭഗവധ്വജം എന്ന ആ ഒരു കൊടി അവിടെ ഭാരതമാതാവിൻ്റെ കയ്യിൽ, അതായത് ഈ പുലിപ്പുറത്ത് അല്ലെങ്കിൽ സിംഹാരൂഢയായി നിൽക്കുന്ന ഒരു വിശാല ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ, അതൊരു അഖണ്ഡ ഭാരത സങ്കല്പമാണ്. ആ സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ വിഷ്ണു പുരാണം ഇനാക്ട് ചെയ്യപ്പെടുന്ന രീതിയാണ്. ആ ഭൂമി, ഏതെല്ലാം ഭാഗത്താണ് ആ ഭൂമി, ഭാരതം എന്ന ഭൂമി കിടക്കുന്നത്, ആ വിഷ്ണു പുരാണത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് കാണാം. വേണമെങ്കിൽ അത് ആരോപിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് ആരോപണം ഉണ്ടാകുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെ ഒരു യുക്തി, ആ യുക്തി
ശക്തിയെക്കുറിച്ച് തീർച്ചയായും ഡിബേറ്റബിൾ പോയിന്റ് തന്നെയാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിന് സ്വാതന്ത്ര്യ സമര കാലത്ത് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം. ആ സങ്കല്പം ഒരു റെസിസ്റ്റൻസിൻ്റെ, ഒരു അന്തസ്സിൻ്റെ, അഭിജാത്യത്തിൻ്റെ ഒക്കെ മാതൃത്വത്തിൻ്റെ, മാതൃശക്തിയുടെ ഒരു രാജ്യം ഒന്നാണ് എന്നതിൻ്റെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് സ്മൃതി ഒരു രാജ്യം ഇന്നത്തെ രൂപത്തിൽ രാജ്യം സൃഷ്ടിച്ചെടുത്തത്. കഷ്ടപ്പെട്ടിട്ടല്ലേ? ആ ഒരു കഷ്ടപ്പാടിനെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ ഭാരതമാതാവ് എന്ന സങ്കല്പം ഉപയോഗിക്കുന്നതിനോട് ഞാനെതിരല്ല. പക്ഷേ അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം ഉണ്ടാകണം. അതൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. കാരണം അപ്പോഴാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് ത്രിവർണ്ണ പതാകയാണോ അതോ ത്രിവർണ്ണ പതാകയുടെ രൂപമുള്ള സാരി ധരിക്കുന്ന ഭാരതമാതാവാണോ വേണ്ടത്? അവിടെ സിംഹത്തിൻ്റെ സ്ഥാനം എന്തായിരിക്കണം? ഭാരതത്തിൻ്റെ ജിയോഗ്രാഫിക്കൽ ഇന്ത്യയുടെ രൂപം അതിലെങ്ങനെയാണ് ഇനാക്ട് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാം കൂലങ്കഷമായ ചർച്ചകൾ ഉണ്ടാകുന്നതിന് ഈ സംഭവം രാജേന്ദ്ര അർലേക്കർ ഈ ഒരു കടുത്ത നിലപാടെടുത്തത് ഒരു കാരണമാകുമെങ്കിലും പി പ്രസാദ് ഉഗ്രമായി പ്രതിഷേധിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് ചടങ്ങ് മാറ്റിയത് ഇതിനൊരു നാന്ദിയാകുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ദേശീയത നിലനിർത്താൻ ഒരു രാജ്യമെന്ന നിലയിൽ 78 വർഷത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഫിസിപ്പറ സെനൻസിസ് ഉണ്ടാകും. അപ്പം ദേശീയതയെ നമുക്ക് ഉജ്ജ്വലമായി പ്രതിഫലിപ്പിച്ച് നിർത്തണം. അതിൻ്റെ കുത്തക ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി മാത്രം ഏറ്റെടുക്കുന്നത് ശരിയല്ല. കോൺഗ്രസിന് അതുപോലെ തന്നെ ഇടതുപക്ഷികൾക്കും എല്ലാം തന്നെ അവകാശപ്പെട്ട ഒന്നാണ് ദേശീയത. ഇത് RSS ഉണ്ടാകുന്ന 1925-ലാണ്. അതിന് മുൻപ് തന്നെ ഭാരതമാതാ എന്ന സങ്കല്പവും ഈ ചിത്രവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ചിത്രമല്ല, ഇപ്പോൾ കാണുന്ന ചിത്രമല്ല, 4 കരങ്ങളുള്ള, അതായത് അത് ഒറിജിനലി വന്ന ആ ഒരു ഈ ടാഗോറിൻ്റെ അനന്തരവൻ വരച്ച ചിത്രം അല്ലേ? ആ ചിത്രത്തിന് 4 കരങ്ങളാണ് ഭാരതമാതാവിന്. എന്ത് മനോഹരമായ ചിത്രമാണ്! അതിൽ ഒരു കരത്തിൽ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ദാളിയോല ഗ്രന്ഥമാണ്, മറ്റൊരു കരത്തിൽ ജപമാലയാണ്, മറ്റൊന്നിൽ വെള്ള വസ്ത്രമാണ്, ശുഭ്ര വസ്ത്രമാണ്, മറ്റൊന്നിൽ കതിരാണ്, പ്രത്യുൽപാദനത്തിൻ്റെ ഉൽപാദനക്ഷമതയുടെ ചിഹ്നമായ കതിരാണ്. ഇതെല്ലാം ചേർക്കുന്ന ഭാരതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ഭക്തിയുടെയും നന്മയുടെയും എല്ലാം പ്രതീകമാകുന്ന ഭാരതാംബ, ആ ഭാരതാംബയെ കാലോചിതമായി പല പരിഷ്കാരങ്ങളും വരുത്തി. അപ്പം 3-4 പ്രധാനപ്പെട്ട ആളുകളെങ്കിലും, അതായത് KL ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ വരയ്ക്കുകയാണ്, ഭാരതമാതാവിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ളതാണ്. അതിൽ ഈ ആശയത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ഭഗവത്വജം എന്ന മതചിഹ്നം അത് വന്നതിൽ മാത്രമാണ് താങ്കൾക്ക് നേരിയ അഭിപ്രായ വ്യത്യാസം എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ താങ്കൾ നേരിയ അഭിപ്രായ വ്യത്യാസം അല്ല. ഒരു സെക്കൻഡ് സ്മൃതി, പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. നേരെ അഭിപ്രായ വ്യത്യാസമല്ല, സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയുള്ള ഒരു ഡിബേറ്റ് നേഷൻ വൈഡായി ഭാരതമാതാവ് ഇതൊരു നമുക്ക് ആവശ്യമാണ്. ഈ ചിഹ്നം, ഈ സങ്കല്പം നമുക്ക് ആവശ്യമാണ്. ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആവശ്യമായി വരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കേണ്ടതാണ്. പാർട്ടിയുടെ വേദികളിലല്ല, ദേശീയതയുമായി ബന്ധപ്പെട്ട ഔപചാരിക ചടങ്ങുകൾ ഉൾപ്പെടെ ഭരണഘടനയിൽ ഭാരതമാതാവിനെ കുറിച്ച് പരാമർശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു സങ്കല്പം ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കൂടുതൽ ചിഹ്നങ്ങൾ ഇതിപ്പോൾ സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാരന്മാർക്ക്, ചിത്രകാരന്മാർക്ക് അവരുടെ ഭാവനയിൽ ഭാരതമാതാവിനെ ഏത് രൂപത്തിലും ഭംഗിയായി വരയ്ക്കാം, ഏത് രൂപത്തിലും ഭംഗിയായി സാഹിത്യത്തിലൂടെ അവതരിപ്പിക്കാം. അത് ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന രൂപത്തിലേക്കൊക്കെ താങ്കൾ കൊണ്ടുവരുന്നത് ഈ ഘട്ടത്തിൽ അതാണോ യഥാർത്ഥത്തിൽ അനിവാര്യം? ഇവിടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് തന്നെ ആശങ്ക നിൽക്കുന്ന ഒരു കാലത്ത് ഇവിടെ ഭൂരിപക്ഷമാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ജനാധിപത്യം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അവിടെയാണ് ഒരു മതചിഹ്നം അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട്, അതിൽ സ്വാഭാവികത കൽപ്പിച്ചുകൊണ്ട് അത് ഔദ്യോഗികമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വളരെ സ്വാഭാവികതയിൽ കാണാൻ പറ്റുമോ? അതിൽ രാഷ്ട്രപതി ഇടപെടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇല്ല, രാഷ്ട്രപതിക്ക് ഇടപെടാൻ തക്ക ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഒരു ഫെഡറൽ എൻക്രോച്ച്മെന്റ് ഉണ്ടാകണം. ഇവിടെ നോക്കൂ, ശ്രീ രാജേന്ദ്ര അർലേക്കറും അതുപോലെ അതിന് തൻ്റെ മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാനും വ്യത്യസ്തമായ പൊളിറ്റിക്കൽ DNA പേർന്ന ആളുകളാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗ്രൂമിംഗ് കോൺഗ്രസിനുള്ളിലൂടെയായിരുന്നു. അദ്ദേഹം സംഘ് പരിവാറിലൂടെ കടന്നു വന്ന ഒരാളല്ല. പക്ഷെ രാജേന്ദ്ര അർലേക്കർ വ്യത്യസ്തനാണ്. അദ്ദേഹം ശാന്തനാണ്, സൗമ്യനാണ്. അദ്ദേഹം ഒരു വലിയ പ്രതീക്ഷയാണ്, ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. പക്ഷേ ഇവിടെ ഒരു ഫെഡറൽ തത്വം അട്ടിമറിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് മുൻ ഗവർണർ പെരുമാറി എന്ന ആരോപണം നിൽക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഒരു കൾച്ചറൽ ഇൻറോഡ്സ്
കേരളത്തിൻ്റെ മേൽ, കേരളത്തിൻ്റെ ഒരു വ്യവസ്ഥിതിക്ക് മേൽ ഒരു കൾച്ചറൽ എൻക്രോച്ച്മെന്റ് അല്ലെങ്കിൽ കൾച്ചറൽ അഗ്രഷൻ അതിനുള്ള വേദിയായി രാജ്ഭവൻ മാറുന്നു എന്ന ആഴത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ രാജ്ഭവൻ നേരിടുന്നത്. അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം രാജ്ഭവൻ നേരിടുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും മാത്രമേ ഉള്ളൂ. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് അരുൺകുമാർ, താങ്കളിൽ നിന്ന് ഇതിലുള്ള കൃത്യമായ നിലപാട്, പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.